എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരൻ തൊടുപുഴയിലെത്തിയത് സിനിമാ ലൊക്കേഷൻ കാണാനാണെന്ന് പോലീസ്. എന്നാൽ ബസ് ഇറങ്ങിയപ്പോൾ കൈനോട്ടക്കാരനായ ശശികുമാർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കുട്ടിയെ ശശികുമാർ ഉപദ്രവിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ചോദ്യത്തിൽ പറഞ്ഞത് ഈ തൊടുപുഴയെ പറ്റി യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു യൂട്യൂബറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാനാണ്. അപ്പോൾ തൊടുപുഴ അത് കണ്ട് ഇറങ്ങി പോരുന്നതാണെന്നാണ് പറയുന്നത്. മുമ്പെങ്ങോ പിതാവ് കൊടുത്ത പൈസ കൈവശം ഉണ്ടായിരുന്നു കുട്ടിയുടെ. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് തൊടുപുഴ വന്ന് ഇറങ്ങിയതാണ്. ഇവിടെ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ആൾ, ശിവകുമാർ എന്നാണ് അയാളുടെ പേര്, അയാൾ ഈ കുട്ടിയെടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇയാളെ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ശശികുമാർ. അപ്പോൾ അയാൾക്ക് മുൻ കേസുകളുണ്ട്, അത് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഇവിടെ കൈനോട്ടവും മറ്റുമായിട്ട് നടക്കുന്ന ഒരാളാണ്, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ നടക്കുന്ന ഒരാളാണ്. അപ്പം കക്ഷിയുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കുട്ടിയെ ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. കേസിൽ കൈനോട്ടക്കാരൻ ശശികുമാർ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കും. രാവിലെയാണ് തൊടുപുഴയിൽ നിന്ന് 13-കാരനെ കണ്ടെത്തിയത്. CCTVകളുടെയും മറ്റുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി ഈ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഇന്നലെ കിട്ടിയിട്ട് രാത്രിയാണ് പോലീസുകാരോട് ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷണം നടത്തിയത്. അപ്പോൾ ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട്. അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാനൊരു ഇങ്ങനെ ഉള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ എളമങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളോടുകൂടി വാങ്ങിയത്. രാഹുൽ വിജയൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. രാഹുൽ, ഈ കുട്ടി ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നതാണോ, അങ്ങനെ ശശികുമാറിന്റെ കയ്യിൽ അകപ്പെട്ടതാണോ? പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ 13 വയസ്സുകാരൻ തൊടുപുഴയിൽ ബസ് ഇറങ്ങുന്നത്. ഈ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ശശികുമാറിന്റെ മുൻപിൽ പെടുകയായിരുന്നു. ശശികുമാറിനോട് ഈ കുട്ടി പറഞ്ഞത് തനിക്കൊരു വ്ളോഗറെ അറിയാം, ആരാധകനാണ്, ഈ വ്ളോഗറുടെ സിനിമാ ലൊക്കേഷൻ വീഡിയോകൾ കണ്ടിട്ടുണ്ട്, ആ സിനിമാ ലൊക്കേഷൻ കാണണമെന്നുള്ള കാര്യം ഈ ശശികുമാറിനോട് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ ശശികുമാർ ഈ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അവിടെ വെച്ച് ഈ കുട്ടിയെ ഉപദ്രവിച്ചു, മുറിവുകൾ ഏൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇന്നലെ രാത്രിയിൽ പൂർണ്ണമായും ഇന്ന് പുലർച്ചെ വരെ ഈ കുട്ടിയെ കൈവശം വെക്കുകയും ചെയ്തു ഈ ശശികുമാർ. അതിനുശേഷമാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളെ, മാതാപിതാക്കളെ ഇയാൾ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ശശികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ദേഹോപദ്രവം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായത്. ശശികുമാറിനെതിരെ പോക്സോ വകുപ്പുകൾ 7-8 പ്രകാരം കേസെടുക്കും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ശശികുമാർ പോലീസ് കസ്റ്റഡിയിലാണ്. ഈ ശശികുമാറിനെതിരെ നേരത്തെയും പീഡന ശ്രമത്തിനുള്ള കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതും തൊടുപുഴ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് പോലീസ് തിരിച്ച് ബന്ധുക്കൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എളമക്കര സ്റ്റേഷനിലേക്ക് ഈ കുട്ടിയെയും അതുപോലെ തന്നെ പ്രതിയായിട്ടുള്ള ശശികുമാറിനെയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.